ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഓർമ്മയിക്കുന്നതല്ല. പിന്നെ എന്ത് ചെയ്യും? ഇന്ദിരാഗാന്ധിയാണ്. സരോജിനി നായിഡുവിനെ. ഗൗരിയമ്മയാണ്. നമസ്കാരം. 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് 28ാം മൈലിലാണ്. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ പണികൾ നടക്കുകയാണ്. ഓട്ടോ കൊണ്ടാ ആറ്റുകാൽ പൊങ്കാല വളരെ കുറവാണ്. പിന്നെ ആറ്റുകാൽ പൊങ്കാല ഓട്ടോ വന്നില്ല, ഇനി വരില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം വർക്കല വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ മിതമായ വിലയിൽ ലഭിക്കുന്നു. എല്ലാ കമ്പനി ഐറ്റംസുകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? വരൂ, വാ. അറിയാൻ വയ്യ, എനിക്കറിയത്തില്ല. ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് നാളെ. അപ്പോൾ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പോണില്ല? ഇന്ന് പോണില്ല. നാളെ രാവിലെ 4 മണിക്ക് പോകും. നാളെ രാവിലെ 4 മണിക്ക് പോയി നമുക്കവിടെ സ്ഥലവും സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആളിനെ വിട്ടിട്ടുണ്ട്. ആളിനെ വിട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതോടൊപ്പം ഞങ്ങളുടെ കൈവശമുള്ളത് വർക്കല വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ മലയാളി വനിത വനിത ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അറിയില്ല. മലയാളി ഗൗരിയമ്മയാണ്. എനിക്ക് ചെറിയൊരു ക്ലൂ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത അറിയത്തില്ല. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ്? അവനറിയാം. അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഓർമ്മയിക്കുന്നതല്ല. പിന്നെ എന്ത് ചെയ്യും? ഓർമ്മ വരുന്നില്ല. അറിയാമോ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത? അറിയത്തില്ല. വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ്. മാപ്പിൾ ഹാർഡ്വെയർസ് അറിയാമോ? നമ്മളെ ഗവൺമെൻറ് ITക്ക് പ്രവർത്തിക്കുന്ന നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത? സരോജിനി നായിഡുവിനെ അല്ലേ? ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത അറിയത്തില്ല. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഇന്ന് എക്സാം ആയിരുന്നു. ഞെക്കാട് സ്കൂളിലല്ലേ എക്സാം ഉണ്ടോ? IT എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരായിരുന്നു? അറിയാമോ? ഇന്ദിരാഗാന്ധിയാണ്. അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത മാതാ അമൃതാനന്ദമയ്യാണ്. കേട്ടിട്ടില്ല. മാതാ അമൃതാനന്ദമയ്യ കേട്ടിട്ടില്ല? എന്നാൽ കേട്ടോ, മാതാ അമൃതാനന്ദമയ്യാണ് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി. 2015
അവർ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത്. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള മറ്റു ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം.